1949 ലോകത്തിന്റെ തെക്കേ അറ്റത്തുള്ള ഒരു രാജ്യത്തിന്റെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ആ ചെറിയ നഗരം. മഞ്ഞും തണുപ്പും പുതച്ചു നിൽക്കുന്ന ആ പ്രദേശം എപ്പോഴും ശാന്തമായിരുന്നു. ഏകദേശം 20,000-ൽ താഴെ ആളുകൾ മാത്രമാണ് അവിടെ താമസിച്ചിരുന്നത്. എല്ലാവരും പരസ്പരം അറിയുന്നവർ, വലിയ ബഹളങ്ങളോ ആഡംബരങ്ങളോ ഇല്ലാത്ത സാധാരണ ജീവിതം നയിക്കുന്നവർ. ആ നഗരത്തിലെ പോലീസ് സ്റ്റേഷനും ആ ശാന്തതയുടെ ഭാഗമായിരുന്നു. കുറ്റകൃത്യങ്ങൾ അവിടെ അപൂർവങ്ങളിൽ അപൂർവമാണ്. മാസത്തിൽ 1-2 ചെറിയ കേസുകൾ, മിക്കവാറും അയൽക്കാർ തമ്മിലുള്ള തർക്കങ്ങളോ ചെറിയ മോഷണശ്രമങ്ങളോ മാത്രം. അതുകൊണ്ടുതന്നെ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വലിയ പണിയൊന്നുമുണ്ടായിരുന്നില്ല. സ്റ്റേഷനിലെ ഫയലുകൾ പൊടിപിടിച്ചു കിടന്നു. ക്രമസമാധാന നിലയെക്കുറിച്ച് ആർക്കും ആശങ്കപ്പെടാനില്ലാത്ത സമാധാനം നിറഞ്ഞ ഒരു സിറ്റി. എന്നാൽ ആ ശാന്തത അധികനാൾ നീണ്ടുനിന്നില്ല. വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിനു മുൻപുള്ള നിശബ്ദതയായിരുന്നു അത്. ആ നഗരത്തിന്റെ ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ആ സംഭവങ്ങൾ അപ്രതീക്ഷിതമായാണ് കടന്നുവന്നത്. നഗരത്തിലെ ആ ശാന്തത പെട്ടെന്നൊരു ദിവസം അവസാനിച്ചു. ഒന്നിനു പുറകെ ഒന്നായി ആ നഗരത്തിൽ ആത്മഹത്യകൾ സംഭവിക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളായി കരുതിയെങ്കിലും മാസങ്ങൾ കഴിയുന്തോറും മരണങ്ങളുടെ എണ്ണം ഭീതിജനകമായ രീതിയിൽ വർദ്ധിച്ചുവന്നു. നാട്ടുകാരും പോലീസും ഒരുപോലെ പരിഭ്രാന്തരായി. ഇത്രയും വലിയൊരു വിപത്ത് ആ നഗരം ഇതിനു മുൻപ് കണ്ടിട്ടില്ല. ആരെങ്കിലും മനഃപൂർവ്വം കൊലപ്പെടുത്തുന്നതാണോ എന്ന സംശയത്താൽ പോലീസ് ഊർജിതമായ അന്വേഷണം നടത്തി. ഒരു സീരിയൽ കില്ലർ നഗരത്തിൽ വിലസുന്നുണ്ടെന്ന് പലരും വിശ്വസിച്ചു. എന്നാൽ ശാസ്ത്രീയമായ പരിശോധനകളും ഫിംഗർ പ്രിന്റ് അനാലിസിസ് നടന്നപ്പോൾ ഞെട്ടിക്കുന്ന ഒരു സത്യം പുറത്തുവന്നു. ഇവയൊന്നും കൊലപാതകങ്ങളല്ല, മറിച്ച് സ്വയം ജീവനൊടുക്കിയതാണ്. പിന്നെന്താണ് ഇതിന്റെ കാരണം? അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ അവശേഷിച്ചു. ആത്മഹത്യ ചെയ്തവർ തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ലായിരുന്നു. അവർ വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിലുള്ളവർ, പരസ്പരം കണ്ടിട്ടുപോലുമില്ലാത്തവർ. പിന്നെ എങ്ങനെ ഇവർ ഒരേപോലെ ചിന്തിക്കുന്നു? എന്തിനുവേണ്ടി ഇവർ ഈ കടുംകൈ ചെയ്യുന്നു? നഗരവാസികളുടെ മനസ്സിൽ ഭയം ഒരു നിഴലായി പടർന്നു. ആ ചോദ്യം വായുവിൽ അലിഞ്ഞുനിന്നു. എങ്ങനെ? എന്തിന്? ആദ്യമൊക്കെ മരണങ്ങൾക്കെല്ലാം ഒരേ സ്വഭാവമായിരുന്നു. എന്നാൽ പെട്ടെന്നാണ് ആത്മഹത്യകളുടെ രീതിയിൽ മാറ്റം വരാൻ തുടങ്ങിയത്. നഗരത്തെ ഞെട്ടിച്ചുകൊണ്ട് അത് 2 വ്യത്യസ്ത വഴികളിലായി മാറി. ചിലർ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടു. എന്നാൽ മറ്റു ചിലരാകട്ടെ ഏതോ മാരകമായ വിഷപദാർത്ഥങ്ങൾ കഴിച്ച് ജീവനൊടുക്കി. മരണങ്ങളുടെ വേഗത വർദ്ധിച്ചത് പോലീസിനെ ശരിക്കും കുഴപ്പിച്ചു. മാസത്തിൽ 1-2 ആയിരുന്ന മരണസംഖ്യ ഇപ്പോൾ ആഴ്ചയിൽ 1-ലേക്കും അതിലധികമായും ഉയർന്നു. ഓരോ മരണം സംഭവിക്കുമ്പോഴും കൂടുതൽ തെളിവുകൾക്കായി പോലീസ് പരതിയെങ്കിലും നിരാശയായിരുന്നു ഫലം. ഒരു സൂചന പോലും അവശേഷിപ്പിക്കാതെ നിഗൂഢതയുടെ കറുത്ത പുതപ്പിനുള്ളിൽ ആ നഗരം ശ്വാസമുട്ടി. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കീറാമുട്ടിയായി മാറി. എവിടെ തുടങ്ങണമെന്നോ എങ്ങനെ തടയണമെന്നോ അറിയാത്ത നിസ്സഹായാവസ്ഥ. ഈ മരണങ്ങളുടെ യഥാർത്ഥ കാരണം കണ്ടെത്തുക എന്നത് അവിടുത്തെ ഗവൺമെന്റിന്റെ അഭിമാന പ്രശ്നമായി മാറി. എത്രയും വേഗം ഈ ദുരൂഹത അവസാനിപ്പിക്കണമെന്ന കർശനമായ ഉത്തരവ് പുറത്തുവന്നു. ഈ പ്രതിസന്ധി പരിഹരിക്കാൻ ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും മിടുക്കനായ ഒരാളെ തന്നെ അവർ തെരഞ്ഞെടുത്തു: എബ്രഹാം ജോൺ. എബ്രഹാം അസാമാന്യ മിടുക്കനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. എന്നാൽ ഈ കേസ് ഏറ്റെടുക്കാൻ അദ്ദേഹത്തിന് തീരെ താൽപ്പര്യമുണ്ടായിരുന്നില്ല. അതിന് പിന്നിൽ വേദനിപ്പിക്കുന്ന ചില കാരണങ്ങളുണ്ടായിരുന്നു. 5 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു വലിയ ദുരന്തത്തിൽ തന്റെ കുടുംബത്തിലെ പ്രിയപ്പെട്ടവരെയെല്ലാം എബ്രഹാമിന് നഷ്ടമായി. ഇപ്പോൾ അയാൾക്ക് ഈ ലോകത്ത് സ്വന്തമെന്ന് പറയാൻ തന്റെ ഏക മകൾ മാത്രമേയുള്ളൂ. ആ വലിയ ആഘാതത്തിനു ശേഷം എബ്രഹാം ജോലിയിൽ നിന്ന് ഒരു നീണ്ട അവധിയെടുത്തിരിക്കുകയായിരുന്നു. പിന്നീടുള്ള അയാളുടെ ലോകം മകൾക്ക് ചുറ്റുമായിരുന്നു. അച്ഛനെപ്പോലെ തന്നെ മിടുക്കിയായ ഒരു പെൺകുട്ടി. ചെറുപ്പം മുതലേ വായനയോടുള്ള അവളുടെ താൽപ്പര്യം അവളെ സമപ്രായക്കാരേക്കാൾ പക്വതയുള്ളവളാക്കി മാറ്റി. മകളുടെ ഓരോ വളർച്ചയും അച്ഛന്റെ അറിവുകളിൽ നിന്നും പാഠങ്ങളിൽ നിന്നുമായിരുന്നു. ആ നീണ്ട അവധി കഴിഞ്ഞ് തിരികെ ജോലിയിൽ പ്രവേശിക്കാനൊരുങ്ങുമ്പോഴാണ് വിധി വീണ്ടും എബ്രഹാമിനെ വേട്ടയാടിയത്. തന്റെ ജീവന്റെ ജീവനായ മകൾക്ക് ക്യാൻസറാണെന്ന വാർത്ത ഒരു ഇടിത്തീ പോലെയാണ് അയാൾ കേട്ടത്. അതും 2ാം ഘട്ടത്തിൽ. ആ വാർത്തയിൽ എബ്രഹാം ആകെ തകർന്നുപോയി. ലോകത്ത് തനിക്കായി അവശേഷിച്ച ഏക പ്രതീക്ഷയും അസ്തമിക്കുന്നതുപോലെ അയാൾക്ക് തോന്നി. മകളുടെ ചികിത്സയ്ക്കും പരിചരണത്തിനുമായി ജോലിയിൽ നിന്ന് രാജിവെക്കാൻ എബ്രഹാം തീരുമാനിച്ചു. എന്നാൽ അതേ സമയത്താണ് ഡിപ്പാർട്ട്മെന്റ് ആ ദുരൂഹമായ ആത്മഹത്യാ കേസ് എബ്രഹാമിനെ ഏൽപ്പിക്കാൻ സമീപിക്കുന്നത്. തന്റെ മാനസികാവസ്ഥ ഒന്നിനും അനുവദിക്കുന്നില്ലെന്ന് പറഞ്ഞ് അയാൾ അത് നിരസിച്ചെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥർ വിടാൻ തയ്യാറായില്ല. അവർ എബ്രഹാമിന് മുന്നിൽ ഒരു വാഗ്ദാനം വെച്ചു: ഈ കേസ് ഏറ്റെടുത്താൽ മകളുടെ ചികിത്സ ആ രാജ്യത്തെ ഏറ്റവും മികച്ച ആശുപത്രിയിൽ ഡിപ്പാർട്ട്മെന്റ് നേരിട്ട് നടത്തിക്കൊള്ളാം. തന്റെ മകളുടെ ജീവൻ രക്ഷിക്കാൻ മറ്റൊരു വഴിയുമില്ലെന്ന് തിരിച്ചറിഞ്ഞ എബ്രഹാം ആ ഉറപ്പിന്മേൽ മനസ്സില്ലാ മനസ്സോടെ ആ ദൗത്യം സ്വീകരിച്ചു. മനസ്സ് മരവിച്ച അവസ്ഥയിലായിരുന്നു എബ്രഹാം. കേസ് ഏറ്റെടുത്തെങ്കിലും ആദ്യത്തെ കുറച്ചു ദിവസം അന്വേഷണത്തിന്റെ ഒരു ഫയൽ പോലും തുറക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ആശുപത്രിയിലെ ആ മുറിയിൽ മകളുടെ അരികിലിരുന്ന് അവളെക്കുറിച്ച് മാത്രമായിരുന്നു ആ അച്ഛന്റെ ചിന്ത. തന്റെ ലോകം അവളിൽ അവസാനിക്കുകയാണോ എന്ന ഭയം അയാളെ തളർത്തിക്കൊണ്ടിരുന്നു. തന്റെ അച്ഛന്റെ ഉള്ളിലെ സംഘർഷം ആ മകൾ തിരിച്ചറിഞ്ഞു. അവൾ എബ്രഹാമിന്റെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു: എന്റെ അച്ഛനെ ഇങ്ങനെ കാണാനല്ല എനിക്കിഷ്ടം. എന്റെ അച്ഛൻ ഒരു ഹീറോയല്ലേ? അച്ഛനെക്കൊണ്ടല്ലാതെ മറ്റാർക്കാണ് ആ കേസ് കണ്ടുപിടിക്കാൻ പറ്റുക? എനിക്ക് ഒന്നും സംഭവിക്കില്ല അച്ഛാ. അച്ഛൻ ധൈര്യമായി പോയി ആ കേസ് ക്ലോസ് ചെയ്തിട്ട് വാ.
മകളുടെ ആ വാക്കുകൾ എബ്രഹാമിന്റെ ഉള്ളിൽ തറച്ചു. അവളുടെ ആത്മവിശ്വാസത്തിനു മുന്നിൽ തന്റെ നിസ്സഹായത തോറ്റുപോയതുപോലെ അയാൾക്ക് തോന്നി. ആ നിമിഷം എബ്രഹാമിനുള്ളിലെ ഉറങ്ങിക്കിടന്ന പോലീസുകാരൻ ഉണർന്നു. തന്റെ മകൾക്ക് നൽകിയ വാക്കുപാലിക്കാൻ, ആ നഗരത്തെ ഭീതിയിലാഴ്ത്തിയ നിഗൂഢതയുടെ ചുരുളഴിക്കാൻ അദ്ദേഹം ഉറപ്പിച്ചു. എബ്രഹാം ആ കേസ് അതീവ ഗൗരവത്തോടെ അന്വേഷിക്കാൻ തീരുമാനിച്ചു. ആ അന്വേഷണം ചെന്നെത്തിയത് ഞെട്ടിക്കുന്ന കണക്കുകളിലേക്കാണ്. ഇതുവരെ ആ ചെറിയ നഗരത്തിൽ 31 ജീവനുകളാണ് പൊലിഞ്ഞത്. എബ്രഹാം ആ ഫയലുകൾ ഓരോന്നായി പരിശോധിച്ചു. മരിച്ചവരിൽ 17 പേർ തൂങ്ങിമരണത്തെ അഭയം പ്രാപിച്ചപ്പോൾ ബാക്കി 14 പേർ മാരകമായ വിഷാംശം ഉള്ളിൽ ചെന്നാണ് മരിച്ചത്. അന്വേഷണ ഉദ്യോഗസ്ഥരെ കുഴപ്പിച്ച മറ്റൊരു കാര്യം ഇരകളുടെ പ്രായമായിരുന്നു. ഇവർ ആരും തന്നെ ഒരു പ്രത്യേക ഏജ് കാറ്റഗറിയിലുള്ളവർ ആയിരുന്നില്ല. കൗമാരക്കാർ മുതൽ വാർദ്ധക്യത്തിലെത്തിയവർ വരെ ആ പട്ടികയിലുണ്ടായിരുന്നു. ഒരേ പ്രായത്തിലുള്ളവരായിരുന്നുവെങ്കിൽ എന്തെങ്കിലും ഒരു പൊതുവായ നിരാശയോ ലക്ഷ്യമോ അവർക്കിടയിൽ കണ്ടെത്താൻ എളുപ്പമായേനെ. എന്നാൽ ഇവിടെ പല പ്രായത്തിലുള്ള പല ജീവിത സാഹചര്യങ്ങളിലുള്ള മനുഷ്യർ ഒരേ ലക്ഷ്യത്തിലേക്ക് മരണത്തിലേക്ക് എങ്ങനെ എത്തിച്ചേർന്നു എന്നത് എബ്രഹാമിനു മുന്നിലെ വലിയ ചോദ്യചിഹ്നമായി മാറി. എബ്രഹാം ആ 31 പേരുടെയും വീടുകൾ ഓരോന്നായി സന്ദർശിച്ചു. ദിവസങ്ങളോളം നീണ്ട ആ യാത്രയിൽ മരിച്ചവരുടെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും അയാൾ സംസാരിച്ചു. എന്നാൽ എവിടെയും സംശയാസ്പദമായ ഒരു സൂചന പോലും കണ്ടെത്താനായില്ല. ആ വീടുകളിലെ അന്തരീക്ഷം ശൂന്യമായിരുന്നു. അന്വേഷണത്തിന് ശേഷം എബ്രഹാം തന്റെ സീനിയർ ഓഫീസറെ കണ്ട് തന്റെ ഫൈൻഡിംഗ്സ് വിശദീകരിച്ചു. സർ, നഗരത്തിന്റെ പല ഭാഗങ്ങളിൽ താമസിക്കുന്നവർ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വളർന്നവർ. ഇവർ തമ്മിൽ നേരിട്ടൊരു കണക്ഷനുമില്ല. പക്ഷേ ഇത്രയധികം ആളുകൾ എങ്ങനെയാണ് ഒരേ രീതിയിൽ ചിന്തിക്കുന്നതും ഒരേപോലെ ആത്മഹത്യ ചെയ്യുന്നതും? ഇവർക്ക് പരസ്പരം പരിചയമില്ലായിരിക്കാം, പക്ഷേ ഇവരെ എല്ലാവരെയും ഒരുപോലെ പരിചയമുള്ള, അല്ലെങ്കിൽ ഇവരെ എല്ലാവരെയും ഒരുപോലെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന ഒരാൾ ഇതിനു പിന്നിലുണ്ട്. അത് ഉറപ്പാണ് സർ. സീനിയർ ഓഫീസർ കുഴപ്പത്തിലായി. ഇവർക്ക് പരിചയമുള്ള ആൾ, അല്ലെങ്കിൽ അയാൾക്ക് ഇവരെ പരിചയമുള്ള ആൾ. എബ്രഹാം, താൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒന്ന് വ്യക്തമാക്ക്. എബ്രഹാം മുന്നോട്ട് ആഞ്ഞിരുന്നു. സർ, അതായത് സമൂഹത്തിൽ അല്പം ഉയർന്ന സ്ഥാനമുള്ള ഒരാൾ, ഇത്രയും പേരെ ഒരേ സമയം സ്വാധീനിക്കാൻ കഴിയുന്ന ഒരാൾ. ഇനി ഞാൻ പറയുന്നത് എന്റെ ഒരു നിരീക്ഷണം മാത്രമാണ്. മരിച്ച 31 പേരും ഒരേ മതത്തിൽപ്പെട്ടവരാണ്, ക്രിസ്ത്യാനികൾ. നമ്മുടെ ഈ സിറ്റിയിൽ ആകെ ഒരു പള്ളി മാത്രമേയുള്ളൂ. മരിച്ച എല്ലാവരും ആ പള്ളിയിൽ സ്ഥിരമായി പോകുന്നവരുമാണ്. സീനിയർ ഓഫീസറുടെ മുഖത്ത് അമ്പരപ്പ് പടർന്നു. അപ്പോൾ താൻ പറഞ്ഞു വരുന്നത് ഇതെല്ലാം ചെയ്തത് ആ പള്ളിയിലെ അച്ഛനാണെന്നാണോ? അദ്ദേഹമാണ് എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നില്ല സർ, പക്ഷേ ആകാൻ സാധ്യതയുണ്ട്. എബ്രഹാം ശാന്തനായി പറഞ്ഞു. ഞാൻ എന്തായാലും അവിടെ വരെ ഒന്ന് പോവുകയാണ്. എടോ, ഇത് വളരെ സൂക്ഷിച്ചു കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. പള്ളിയിലച്ഛനെതിരെ അന്വേഷണം നടക്കുന്നു എന്ന് ആളുകൾ അറിഞ്ഞാൽ അത് വലിയ ക്രമസമാധാന പ്രശ്നമാകും. ഓഫീസർ മുന്നറിയിപ്പ് നൽകി. സർ, ഞാൻ അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കാൻ പോവുകയല്ല. അവിടെ പോയി ചില കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുന്നു, അത്രമാത്രം. ഓഫീസർ ഒന്ന് ദീർഘശ്വാസം വിട്ടു. ശരി, താൻ പോയിട്ട് വാ. പിന്നെ മകൾക്കിപ്പോൾ എങ്ങനെയുണ്ട്? എബ്രഹാമിന്റെ കണ്ണുകളിൽ ഒരു നിമിഷം ആകുലത മിന്നിമറഞ്ഞു. പതിയെല്ലാം ശരിയാകുന്നു സർ. എബ്രഹാം പള്ളിയിലെത്തി അച്ഛനെ കണ്ടു. ശാന്തമായ പള്ളിമുറിക്കുള്ളിൽ വെച്ച് ആത്മഹത്യ ചെയ്തവരെക്കുറിച്ച് ചോദിച്ചപ്പോൾ അല്പനേരത്തെ മൗനത്തിനുശേഷം അച്ഛൻ സംസാരിച്ചു തുടങ്ങി. മരിച്ച എല്ലാവരെയും എനിക്ക് അത്ര വ്യക്തമായി ഓർമ്മയില്ല. എങ്കിലും അവരിൽ പലരും എന്റെ അടുക്കൽ വന്നിട്ടുണ്ട്. പ്രാർത്ഥനാ സഹായം തേടിയാണ് അവർ വന്നതെങ്കിലും അവരുടെ എല്ലാം പ്രശ്നങ്ങൾ ഏതാണ്ട് ഒരുപോലെയായിരുന്നു. പുറമേ നോക്കിയാൽ നമുക്കൊന്നും തോന്നില്ലായിരിക്കാം, പക്ഷെ ഉള്ളിൽ അവർ ജീവിതം അത്രമേൽ മടുത്തവരായിരുന്നു. അച്ഛൻ ഒരു നിമിഷം നിർത്തി ആ പഴയ മുഖങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. ചെറുപ്പം മുതലുള്ള സാഹചര്യങ്ങളോ അല്ലെങ്കിൽ ജീവിതത്തിലുണ്ടായ കൈപ്പേറിയ അനുഭവങ്ങളോ അവരെ തളർത്തിയിട്ടുണ്ടാവാം. ഞാൻ അവർക്ക് കൗൺസിലിംഗ് നൽകിയിരുന്നു. അവരെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ എന്റെ പരമാവധി ഞാൻ ശ്രമിച്ചതാണ്. കൗൺസിലിംഗിന് ശേഷം വളരെ ആത്മവിശ്വാസത്തോടെയാണ് അവർ ഇവിടെ നിന്ന് മടങ്ങിയത്. അതുകൊണ്ടുതന്നെ കുറച്ച് ദിവസങ്ങൾക്കകം അവരുടെ മരണവാർത്ത കേട്ടപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പോലുമായില്ല. അത് എന്നെ വല്ലാതെ തളർത്തിക്കളഞ്ഞു. അച്ഛന്റെ വാക്കുകളിലെ സത്യസന്ധതയിൽ നിന്ന് ഈ മരണങ്ങൾക്ക് പിന്നിൽ അദ്ദേഹമല്ലെന്ന് എബ്രഹാമിന് ബോധ്യപ്പെട്ടു. അന്വേഷണം വീണ്ടും വഴിമുട്ടിയിരിക്കുന്നു. എത്രയൊക്കെ പരിശ്രമിച്ചിട്ടും ഒരു ചെറിയ സൂചന പോലും കണ്ടെത്താനാകാത്തതിൽ എബ്രഹാമിന്റെ മനസ്സ് വല്ലാതെ മടുത്തു. പള്ളിയിലെ മാതാവിന്റെ രൂപത്തിനു മുന്നിൽ നിന്ന് തന്റെ സങ്കടങ്ങളെല്ലാം ഉള്ളുരുകി പ്രാർത്ഥിച്ച ശേഷം അയാൾ പുറത്തേക്ക് നടന്നു. എന്നാൽ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് എബ്രഹാമിന്റെ കണ്ണുകൾ ഒരിടത്ത് ഉടക്കിയത്. പെട്ടെന്ന് അയാളുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. അയാൾ അവിടെ കണ്ട ആ വസ്തു, അത് ഇതിനു മുമ്പ് തന്റെ മകളുടെ കൈകളിലും അയാൾ കണ്ടിട്ടുണ്ട്. ആ നിമിഷം എബ്രഹാമിനെല്ലാം വ്യക്തമായി. ഈ നഗരത്തിലെ 31 പേരുടെ മരണത്തിന് കാരണമായ ആ നിഗൂഢമായ രഹസ്യം അതായിരുന്നു. മരണത്തിന്റെ ആ കറുത്ത നിഴൽ തന്റെ മകളെയും തേടിയെത്തിയിട്ടുണ്ടെന്ന തിരിച്ചറിവ് അയാളെ ഭയപ്പെടുത്തി. നിമിഷം പോലും കളയാതെ അയാൾ മകൾ കിടക്കുന്ന ആശുപത്രിയിലേക്ക് പാഞ്ഞു. എബ്രഹാം ഓടിക്കയറി വരുമ്പോൾ മകളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അച്ഛനെ കണ്ടതും അവൾ ആ കൈകളിൽ മുറുകെ പിടിച്ചു. വിറയ്ക്കുന്ന ശബ്ദത്തിൽ അവൾ പറഞ്ഞു, അച്ഛാ, എനിക്ക് അച്ഛനോട് ഒരു കാര്യം പറയാനുണ്ട്. അടുത്ത ദിവസം രാവിലെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആകെ അസ്വസ്ഥമായ കാത്തിരിപ്പിലായിരുന്നു. എബ്രഹാമിന്റെ ഫോൺ കോൾ അനുസരിച്ച് മുതിർന്ന ഉദ്യോഗസ്ഥരെല്ലാം കോൺഫറൻസ് റൂമിൽ ഒത്തുകൂടിയിട്ടുണ്ട്. മാസങ്ങളായി നഗരത്തെ ഉറക്കം കെടുത്തിയ ആത്മഹത്യാ പരമ്പരയ്ക്ക് ഇന്ന് അന്ത്യമുണ്ടാകുമെന്ന് എബ്രഹാം ഉറപ്പു നൽകിയിരുന്നു.
അല്പസമയത്തിനുള്ളിൽ ഒരു ബാഗുമായി എബ്രഹാം മുറിയിലേക്ക് കടന്നുവന്നു. എല്ലാവരുടെയും കണ്ണുകൾ അയാളിലായിരുന്നു. ഇരിപ്പിടത്തിൽ ഇരുന്നുകൊണ്ട് എബ്രഹാം തികച്ചും അസാധാരണമായ രീതിയിൽ സംസാരിച്ചു തുടങ്ങി. സർ, നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയെപ്പോലെ തന്നെ ഇതിനു മുകളിലും താഴെയുമായി വേറെ 2 ഭൂമികൾ കൂടിയുണ്ട്. ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം എന്നിങ്ങനെ 3 ലോകങ്ങൾ. നമുക്ക് വേണമെങ്കിൽ ഇതിനെ മൾട്ടിവേഴ്സ് എന്നോ പാരലൽ യൂണിവേഴ്സ് എന്നോ വിളിക്കാം. നമ്മളിപ്പോൾ ഉള്ളത് വർത്തമാനകാലത്താണ്. പക്ഷെ നമ്മുടെ ഭൂതവും ഭാവിയും മറ്റ് 2 ഭൂമികളിലായി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രപഞ്ചത്തിലെ കോടിക്കണക്കിന് ഗ്രഹങ്ങളിൽ ഭൂമിക്കുള്ള വലിയൊരു പ്രത്യേകതയാണിത്. സീനിയർ ഓഫീസർ അക്ഷമനായി മേശയിലടിച്ചു. എബ്രഹാം, താനിതെന്തൊക്കെ പിച്ചും പെയ്യുമാണ് പറയുന്നത്? നമ്മളിവിടെ ഇരിക്കുന്നത് കേസിനെക്കുറിച്ച് കേൾക്കാനാണ്, അല്ലാതെ തന്റെ ശാസ്ത്രകഥകളല്ല. എബ്രഹാം ഒട്ടും കുലുങ്ങാതെ തന്റെ ബാഗിൽ നിന്ന് ഒരു പുസ്തകം പുറത്തെടുത്ത് മേശപ്പുറത്ത് വെച്ചു. സർ, ഇതൊന്നും ഞാൻ പറയുന്നതല്ല. മരിച്ച ആ 31 പേരുടെ ജീവിതം അവസാനിപ്പിക്കാൻ അവരെ പ്രേരിപ്പിച്ചതും ഇനിയും മരണങ്ങൾ സംഭവിക്കാൻ കാരണമായേക്കാവുന്നതുമായ ആ രഹസ്യം ഇതിനുള്ളിലുണ്ട്. വൈ ദിസ് ലൈഫ് എന്ന ഈ പുസ്തകം. അതെ സർ, ഈ ബുക്കാണ് അവരെയെല്ലാം സ്വാധീനിച്ചത്. സീനിയർ ഓഫീസർ പുച്ഛത്തോടെ ആ പുസ്തകത്തിലേക്ക് നോക്കി. വാട്ട് നോൺസെൻസ്! വെറും ഒരു പുസ്തകം വായിച്ച് ആളുകൾ ആത്മഹത്യ ചെയ്തെന്നോ? ഇതാണോ താൻ ഇത്രയും ദിവസം കൊണ്ട് കണ്ടുപിടിച്ച വലിയ കണ്ടെത്തൽ? സർ, കേൾക്കുമ്പോൾ ഇത് അവിശ്വസനീയമായി തോന്നാം. പക്ഷെ ഇതാണ് നഗ്നമായ സത്യം. മരിച്ചവരുടെ ആത്മഹത്യാ രീതികൾ പരിശോധിച്ചാൽ അവ കൃത്യമായി ഈ പുസ്തകത്തിൽ പറയുന്നത് പോലെയാണെന്ന് മനസ്സിലാകും. ഇന്നലെ പള്ളിയിലെ അച്ഛനെ കണ്ട് ഞാൻ മടങ്ങുന്ന നേരത്താണ് ആ കാഴ്ച എന്റെ കണ്ണിൽപ്പെട്ടത്. കുറച്ച് പുസ്തകങ്ങളുമായി ഒരാൾ പള്ളിപ്പരിസരത്ത് വിൽപ്പന നടത്തുന്നുണ്ടായിരുന്നു. അയാൾ ഈ ബുക്കുമായി അടുക്കൽ വന്നു. എന്നാൽ ഇതിന്റെ പേരും കവർ പേജും കണ്ടപ്പോൾ പള്ളിയിലച്ഛൻ പറഞ്ഞ കാര്യങ്ങളുമായി എവിടെയോ ഒരു ബന്ധം എനിക്ക് തോന്നി. ഇതുപോലെ പള്ളിയിലും ആ പരിസരത്തും വന്ന ആളുകൾക്കു ഈ ബുക്ക് അദ്ദേഹം വിറ്റിട്ടുമുണ്ടാകും. എബ്രഹാമിന്റെ ശബ്ദമൊന്നിടറി. അയാൾ തുടർന്നു, പക്ഷേ എന്നെ ശരിക്കും ഭയപ്പെടുത്തിയതല്ല. കൃത്യം 2 ദിവസം മുൻപ് എന്റെ മകളുടെ ഹോസ്പിറ്റൽ റൂമിലും ഇതേ പുസ്തകം ഞാൻ കണ്ടിരുന്നു. അന്ന് ഞാനതത്ര കാര്യമാക്കിയില്ല. പള്ളിയിൽ വെച്ച് വീണ്ടും ഇത് കണ്ടപ്പോൾ എന്റെ ഉള്ളിൽ ഒരു അപകട സൂചന മുഴങ്ങി. ഞാൻ ആ നിമിഷം തന്നെ മകളുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്നു. ഞാൻ അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച എന്നെ തളർത്തിക്കളഞ്ഞു. അവൾ ആ പുസ്തകവും കയ്യിൽ പിടിച്ചു കട്ടിലിലിരുന്ന് വിങ്ങിക്കരയുകയായിരുന്നു. ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അവൾ എന്നോട് ഓരോന്നായി പറഞ്ഞു. സീനിയർ ഓഫീസർ ആകാംക്ഷയോടെയും അല്പം സംശയത്തോടെയും എബ്രഹാമിനെ നോക്കി. എന്തായിരുന്നു ആ ബുക്കിൽ അത്ര വലിയ കാര്യം? ഇത്രയും പേരെ ജീവിതം അവസാനിപ്പിക്കാൻ പ്രേരിപ്പിക്കാൻ മാത്രം എന്ത് മാന്ത്രികതയാണ് അതിലുള്ളത്? എബ്രഹാം ആ പുസ്തകത്തിന്റെ താളുകൾ മറിച്ചുകൊണ്ട് വിവരിക്കാൻ തുടങ്ങി. സർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ 3 ഭൂമികളെക്കുറിച്ച് ഈ പുസ്തകത്തിൽ വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. ഇതിലെ സിദ്ധാന്തമനുസരിച്ച് നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ വർത്തമാനകാലം വെറുമൊരു നിഴൽ മാത്രമാണ്. നമ്മുടെ യഥാർത്ഥ ജീവിതത്തിന്റെ നിയന്ത്രണം പാരലലായി നടക്കുന്ന മറ്റ് 2 ലോകങ്ങളിലാണുള്ളത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: നമ്മളിപ്പോൾ ഇവിടെ അനുഭവിക്കുന്ന ഓരോ വേദനയും, ഓരോ തകർച്ചയും, ഓരോ രോഗവും നമ്മുടെ ഭൂതകാലത്തെ ഏതോ ഒരു തെറ്റായ തീരുമാനത്തിന്റെ ഫലമാണെന്ന് ഈ പുസ്തകം വായനക്കാരെ വിശ്വസിപ്പിക്കുന്നു. എന്നാൽ ആ ബുക്ക് നൽകുന്ന വലിയ വാഗ്ദാനം മറ്റൊന്നാണ്: നമുക്ക് ഈ ജീവിതം റീസെറ്റ് ചെയ്യാൻ സാധിക്കും. ഈ ലോകത്ത് വെച്ച് സ്വയം മരണം വരിക്കുക വഴി നമ്മുടെ ആത്മാവിന് തൊട്ടടുത്ത ഭൂമിയിലേക്ക്, അതായത് വർത്തമാനത്തിൽ നിന്ന് ഭൂതകാലത്തിലേക്കോ ഭാവിയിലേക്കോ ഒരു ജമ്പ് നടത്താൻ കഴിയുമത്രേ. അങ്ങനെ ചെയ്താൽ ഇപ്പോൾ നാം അനുഭവിക്കുന്ന ദുരിതങ്ങളില്ലാത്ത പുതിയൊരു ടൈം ലൈനിൽ ജീവിതം വീണ്ടും തുടങ്ങാം. ഉദാഹരണത്തിന്, മാരകമായ രോഗമുള്ള ഒരാൾ ഈ ലോകത്ത് വെച്ച് മരിച്ചാൽ മറ്റൊരു ഭൂമിയിൽ ആ രോഗം വരാത്ത ഒരു ഭൂതകാലത്തിലേക്ക് അയാൾക്ക് ഉണരാൻ കഴിയുമെന്ന് ഈ പുസ്തകം യുക്തിപൂർവ്വം വിവരിക്കുന്നു. മരണം എന്നത് ഒരു അവസാനമല്ല, മറിച്ച് മറ്റൊരു മികച്ച ലോകത്തേക്കുള്ള ഗേറ്റ്വേ ആണെന്ന് അത് വായനക്കാരെ ബ്രെയിൻ വാഷ് ചെയ്യുന്നു. എബ്രഹാം നിർത്തി. ഓഫീസർമാരുടെ മുഖത്ത് അമ്പരപ്പും നിശബ്ദതയും നിറഞ്ഞു. അദ്ദേഹം തുടർന്നു, എന്റെ മകളും ആ ബുക്ക് വായിച്ചപ്പോൾ അങ്ങനെ വിശ്വസിച്ചുപോയി. മരണം വേദനകളിൽ നിന്നുള്ള മോചനമാണെന്നും കണ്ണടച്ചു തുറക്കുമ്പോഴേക്കും ഈ മാരകമായ രോഗമില്ലാത്ത മറ്റൊരു ഭൂമിയിൽ അച്ഛനോടൊപ്പം സന്തോഷമായി ജീവിക്കാമെന്നും അവൾ കരുതി. കുറച്ചു നേരത്തേക്കാണെങ്കിലും തനിക്ക് മരിക്കണമെന്ന് അവൾ ആഗ്രഹിച്ചു പോയത്രേ. ഇന്നലെ വിങ്ങിക്കരഞ്ഞുകൊണ്ട് എന്റെ കൈകളിൽ മുറുകെ പിടിച്ചു. അവൾ ഇത് പറഞ്ഞപ്പോൾ ഒരു അച്ഛനെന്ന നിലയിൽ ഞാൻ തകർന്നുപോയി സർ. മരിച്ച ആ 31 പേരും ഇതേ മാന്ത്രിക ലോകം സ്വപ്നം കണ്ടവരാണ്. ജീവിതം പരാജയപ്പെട്ടവർക്കും തീരാവ്യാധി പിടിപെട്ടവർക്കും ഈ പുസ്തകം ഒരു ആത്മഹത്യാക്കുറിപ്പല്ല, മറിച്ച് ഒരു പ്രത്യാശയുടെ വാഗ്ദാനമാണ് നൽകുന്നത്. അതുകൊണ്ടാണ് അവർ യാതൊരു ഭയവുമില്ലാതെ മരണം വരിച്ചത്. എബ്രഹാം ആ പുസ്തകത്തിന്റെ ഒരു പ്രത്യേക താൾ തുറന്നു കാണിച്ചുകൊണ്ട് തുടർന്നു. സർ, നിങ്ങളെല്ലാവരും ചോദിച്ചില്ലേ എന്തുകൊണ്ടാണ് ചിലർ തൂങ്ങി മരിച്ചതെന്നും ചിലർ വിഷം കഴിച്ച് മരിച്ചതെന്നും? അതിനും ഈ പുസ്തകത്തിൽ കൃത്യമായ ഒരു വിശദീകരണമുണ്ട്. അതൊരു വല്ലാത്തൊരു ട്രാപ്പാണ്. ഈ പുസ്തകം പറയുന്നത് നമ്മൾ ഏത് ഭൂമിയിലേക്കാണോ പോകാൻ ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് വേണം മരണം തിരഞ്ഞെടുക്കാൻ എന്നാണ്. തൂങ്ങി മരണം, ദി ജംപ് ടു പാസ്റ്റ്. തൂങ്ങി മരിക്കുമ്പോൾ ശ്വാസം നിലയ്ക്കുന്ന ആ നിമിഷം തലച്ചോറിലെ അവസാന ചിന്തകൾ ഓർമ്മകളിലേക്ക് തിരിച്ചു പോകുമത്രേ. അങ്ങനെ മരിക്കുന്നവർ തങ്ങളുടെ പാസ്റ്റ് ഭൂമിയിലേക്ക്, അതായത് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകുമെന്നും അവിടെ വെച്ച് തങ്ങളുടെ പഴയ തെറ്റുകൾ തിരുത്തി ജീവിക്കാമെന്നും ഈ ബുക്ക് അവരെ വിശ്വസിപ്പിച്ചു. വിഷം കഴിക്കൽ, ദി ജംപ് ടു ഫ്യൂച്ചർ. എന്നാൽ മാരകമായ വിഷം കഴിച്ച് മരിക്കുമ്പോൾ ശരീരം തളരുകയും ബോധം സാവധാനം മറയുകയും ചെയ്യും.
ഈ അവസ്ഥയിൽ ആത്മാവിന് ഭൂമിയുടെ ഗുരുത്വാകർഷണത്തെ മറികടന്ന് ഫ്യൂച്ചർ ഭൂമിയിലേക്ക്, അതായത് ഭാവിയിലേക്ക് സഞ്ചരിക്കാൻ എളുപ്പമാകുമെന്നാണ് ഇതിൽ പറയുന്നത്. രോഗങ്ങളിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും മോചനം നേടി ഒരു പുതിയ കാലഘട്ടത്തിൽ ജനിക്കാൻ ആഗ്രഹിച്ചവരാണ് വിഷം കഴിച്ചത്. ചുരുക്കത്തിൽ മരിച്ച ആ 31 പേരും ആത്മഹത്യ ചെയ്യുകയായിരുന്നില്ല, മറിച്ച് ഈ നരകതുല്യമായ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെട്ട് മറ്റൊരു ഭൂമിയിലെത്താൻ ട്രെയിൻ ടിക്കറ്റ് എടുക്കുകയായിരുന്നു. എന്റെ മോളും ഒരു നിമിഷം ആ ടിക്കറ്റ് എടുക്കാൻ ആഗ്രഹിച്ചുപോയി. മരിച്ച ഇടങ്ങളിൽ നിന്ന് കോമണായി ഒരു തെളിവ് പോലും നമുക്ക് കിട്ടാതിരുന്നത്. ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ടുമുമ്പ് ഈ പുസ്തകം എന്തു ചെയ്യണം എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായൊരു നിർദ്ദേശം ആ പുസ്തകത്തിന്റെ അവസാന താളുകളിലുണ്ടായിരുന്നു. ഈ പുസ്തകം വായിച്ച് മരണത്തിലേക്ക് നടക്കാൻ തീരുമാനിക്കുന്നവർക്ക് അതിലൊരു അവസാന ദൗത്യം നൽകിയിട്ടുണ്ട്. അതിലാണ് ഇതിന്റെ പിന്നിലെ ബുദ്ധികേന്ദ്രത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം ഒളിഞ്ഞിരിക്കുന്നത്. ആ പുസ്തകത്തിൽ എഴുതിയിരുന്നത് ഇതായിരുന്നു: നിങ്ങളുടെ ഈ ലോകത്തെ യാത്ര അവസാനിക്കുമ്പോൾ ഈ വിജ്ഞാനം നിങ്ങളിൽ അവസാനിക്കരുത്. നിങ്ങൾ മറ്റൊരു ഭൂമിയിലേക്ക് യാത്ര തിരിക്കുമ്പോൾ ഈ രക്ഷാമാർഗം ജീവിതം മടുത്ത മറ്റൊരു ആത്മാവിന് കൈമാറുക. ഒരു നിശബ്ദ ദൂതനെപ്പോലെ ഈ പുസ്തകം ഒരാളുടെ വീട്ടുവാതിൽക്കലോ പള്ളിമുറ്റത്തോ അല്ലെങ്കിൽ അവർ കാണുന്ന ഒരിടത്തോ ഉപേക്ഷിക്കുക. മറ്റൊരാൾക്ക് വെളിച്ചമാവുക. സർ, ആ വിൽപ്പനക്കാരനെ ഞാൻ ചോദ്യം ചെയ്തു. അയാൾ പറഞ്ഞതനുസരിച്ച് കുറച്ചു മാസങ്ങൾക്കു മുൻപ് ഒരാൾ അയാളെ നേരിട്ട് വന്ന് കാണുകയായിരുന്നു. തന്റെ കൈവശം കുറച്ച് പുസ്തകങ്ങളുണ്ടെന്നും അത് വിറ്റുകൊടുക്കണമെന്നും അയാൾ ആവശ്യപ്പെട്ടു. താൻ തന്നെ എഴുതിയ പുസ്തകമാണെന്നാണ് അയാൾ അവകാശപ്പെട്ടത്. ലാഭത്തിന്റെ ഒരു ചെറിയ വിഹിതം മാത്രം തനിക്ക് മതിയെന്നും ബാക്കി മുഴുവൻ വിൽപ്പനക്കാരനെ എടുക്കാമെന്നും അയാൾ വാഗ്ദാനം ചെയ്തു. കുറഞ്ഞ അധ്വാനത്തിൽ കൂടുതൽ പണം കിട്ടുമല്ലോ എന്നോർത്ത് ആ പാവം അത് സമ്മതിച്ചു. കൂടുതൽ ആളുകൾ വരാൻ സാധ്യതയുള്ള പള്ളി പരിസരവും ആശുപത്രികളും അയാൾ വിൽപ്പനയ്ക്കായി തിരഞ്ഞെടുത്തു. സീനിയർ ഓഫീസർ അമ്പരപ്പോടെ എബ്രഹാമിനെ നോക്കി. അയാളെ താൻ കണ്ടെത്തിയോ? ആരാണയാൾ? എബ്രഹാം ആ പുസ്തകത്തിന്റെ ആദ്യ പേജ് തുറന്ന് ഓഫീസർക്ക് നേരെ തിരിച്ചുപിടിച്ചു. സർ, ഇതാണയാൾ, ആൽബർട്ട് ജെയിംസ്. ഈ പേര് തന്നെയാണ് പുസ്തകത്തിലും കർത്താവായി നൽകിയിരിക്കുന്നത്. പക്ഷേ അയാളെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ കിട്ടിയ വിവരങ്ങൾ വളരെ വിചിത്രമാണ്. അയാൾ എവിടെ ജനിച്ചെന്നോ അയാളുടെ കുടുംബം എവിടെയാണെന്നോ ഒരു രേഖകളിലുമില്ല. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് അയാൾ ഈ നഗരത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. വായനശാലകളിലും പള്ളിപ്പരിസരങ്ങളിലും അയാൾ വന്നുപോകാറുണ്ടായിരുന്നു എന്ന് ചിലർ പറയുന്നുണ്ട്. എബ്രഹാം ആ പുസ്തകത്തിലെ ഒരു പ്രത്യേക ഖണ്ഡികയിലേക്ക് വിരൽ ചൂണ്ടി. സർ, ഇതിൽ അയാൾ തന്നെ എഴുതിയിട്ടുണ്ട്, അയാൾ ഈ ലോകത്തുള്ളവനല്ലെന്ന്. അയാൾ ഫ്യൂച്ചർ ഭൂമിയിൽ നിന്നും ഇങ്ങോട്ട് വന്നതാണെന്നും തന്റെ ദൗത്യം പൂർത്തിയാക്കി ഇനി അയാൾ പാസ്റ്റ് ഭൂമിയിലേക്ക് കടക്കാൻ പോവുകയാണെന്നും ഈ ബുക്കിൽ അവകാശപ്പെടുന്നു. സീനിയർ ഓഫീസർ പരിഹാസത്തോടെ ചിരിച്ചു. താൻ എന്തൊക്കെയാണ് ഈ പറയുന്നത് എബ്രഹാം? അയാൾ ആരെങ്കിലും കൊന്നുകൊല വിളിക്കാൻ നടക്കുന്ന ഒരു സൈക്കോപാത്ത് ആയിരിക്കില്ലേ? അല്ലാതെ പാസ്റ്റും ഫ്യൂച്ചറും എന്നൊക്കെ പറഞ്ഞാൽ. ചിലപ്പോൾ ആയിരുന്നിരിക്കാം സർ, കാരണം നമുക്കത് കണ്ടെത്താൻ അയാൾ ഇന്ന് ജീവനോടെയില്ല. വാട്ട്? അയാൾ മരിച്ച ആ 31 പേരിൽ ഒരാളായിരുന്നു. ഈ നഗരത്തിലുള്ളവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ച കാര്യങ്ങൾ അയാൾ സ്വന്തം ജീവിതത്തിലും നടപ്പിലാക്കി. താൻ പോയിക്കഴിഞ്ഞാലും ഈ ആശയങ്ങൾ ഇവിടെ തുടരണമെന്ന് അയാൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മരിക്കുന്നതിന് തൊട്ടുമുൻപ് ആ പുസ്തകങ്ങൾ വിതരണം ചെയ്യാൻ അയാൾ ആ വിൽപ്പനക്കാരനെ ഏൽപ്പിച്ചത്. മരണം വഴി അയാൾ മറ്റൊരു ലോകത്തേക്ക് പോയോ അതോ വെറും ഒരു ഭ്രാന്തന്റെ ചിന്തയിൽ ഒടുങ്ങിയോ എന്നത് ഒരു നിഗൂഢതയായി തന്നെ അവശേഷിക്കുന്നു സർ. എന്തായാലും ആ നിഗൂഢതയുടെ ഉത്തരമായി അയാൾ ഇന്ന് നമ്മുടെ ഇടയിലില്ല. എബ്രഹാം ആ പുസ്തകം മേശപ്പുറത്ത് വെച്ച് സല്യൂട്ടടിച്ച് മുറിക്ക് പുറത്തിറങ്ങി. ആ നഗരത്തിന്റെ ആകാശം അപ്പോൾ തെളിഞ്ഞു തുടങ്ങിയിരുന്നു. അദ്ദേഹം നേരെ പോയത് മകൾ കിടക്കുന്ന ആശുപത്രിയിലേക്കാണ്. റൂമിന് പുറത്തുനിന്ന് നോക്കിയപ്പോൾ അവൾ ജനലിലൂടെ ആകാശത്തേക്ക് നോക്കിയിരിക്കുന്നത് കണ്ടു. ആ പഴയ പുസ്തകം ഇപ്പോൾ അവളുടെ കയ്യിലില്ല. പകരം അച്ഛൻ നൽകിയ ആത്മവിശ്വാസം അവളുടെ മുഖത്തുണ്ടായിരുന്നു. എബ്രഹാം ഉള്ളിലേക്ക് ചെന്നപ്പോൾ അവൾ പുഞ്ചിരിച്ചു. അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് എബ്രഹാം പറഞ്ഞു, നമ്മുടെ പാസ്റ്റും ഫ്യൂച്ചറുമൊക്കെ ഈ നിമിഷത്തിലാണ് മോളെ. നമുക്ക് ഒരുമിച്ച് ജീവിച്ചു തീർക്കാൻ ഇനിയും ഒരുപാട് വർത്തമാനകാലങ്ങൾ ബാക്കിയുണ്ട്. നഗരത്തിലെ ലൈബ്രറികളിൽ നിന്നും കടകളിൽ നിന്നും ആ പുസ്തകത്തിന്റെ എല്ലാ കോപ്പികളും പോലീസ് കണ്ടുകെട്ടി. ആൽബർട്ട് ജെയിംസ് എന്ന പേര് ഒരു പേടി സ്വപ്നമായി ആ നഗരത്തിന്റെ ചരിത്രത്തിൽ അവശേഷിച്ചു. അയാൾ പറഞ്ഞത് സത്യമാണോ അതോ ഒരു ഭ്രാന്തന്റെ വെറും ഭാവനയായിരുന്നോ എന്ന ചോദ്യം എബ്രഹാം ആ ഫയലിനോടൊപ്പം എന്നേക്കുമായി ക്ലോസ് ചെയ്തു.